കുവൈറ്റിൽ കാണാതായ സദീജയുടെ തിരോധാനം പ്രവാസ ലോകത്തിൽ അവതരിപ്പിച്ചിട്ട് ഇപ്പോൾ 11 വർഷം പിന്നിടുന്നു. നാളിതേവരെ സദീജയെ കണ്ടെത്താൻ ഞങ്ങൾക്കായില്ല. സദീജയുടെ അഭാവത്തിൽ അനാഥമാക്കപ്പെട്ട കുടുംബത്തിന്റെ അവസ്ഥയും പ്രവാസ ലോകം അവരെ ഏറ്റെടുക്കുവാനുണ്ടായ സാഹചര്യവും മുൻപ് പറഞ്ഞിട്ടുള്ളതാണല്ലോ. 2000 മെയ് 6-ാം തീയതി ഹൗസ് മെയ്ഡായി കുവൈറ്റിലേക്ക് പോയ സദീജ പരമേശ്വരനെ കാത്തിരിക്കുന്ന 3 കുട്ടികളും അവരുടെ മാതാവും. 2004 ജൂൺ മാസത്തിൽ കൈരളിയുടെ ചെയർമാൻ ഭരത് മമ്മൂട്ടി പഠനോപകരണങ്ങൾ നൽകിക്കൊണ്ട് ഉണ്ണിമായയുടെ വിദ്യാരംഭം കുറിച്ചു. ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾ ഇനി ഒരുപാട് കാലം ജീവിച്ചിരുന്ന് സുഖമായാലും ദുഃഖമായാലും അനുഭവിച്ചു കഴിയേണ്ട കുട്ടികളാണ് അവരെ ഞാൻ തുലയ്ക്കൊന്നുമില്ല. പക്ഷേ ഞാനല്ലാതെ അവർക്ക് ആരുമില്ല. എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ മക്കളെ ഏക്കാൻ ആരുമില്ല എന്നുള്ള ഒരു സങ്കടം എനിക്കുണ്ട്. ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഭിക്ഷ അയച്ചെങ്കിലും ഞാൻ അവരെ വളർത്തും, പഠിപ്പിക്കും. പ്രവാസ ലോകത്തിന് ഇത് അഭിമാനം പകരുന്ന ഒരു നിമിഷമാണ്. പ്രേക്ഷകർ ഉണ്ണിമായയെ ഓർക്കുന്നുണ്ടാവും. 2003 സംപ്രേഷണം ചെയ്ത കുവൈറ്റിൽ കാണാതായ സദീജയുടെ കുടുംബത്തെ സദീജയുടെ അഭാവത്തിലും പ്രവാസ ലോകം നോക്കി വളർത്തുകയായിരുന്നു. അന്ന് കുഞ്ഞുകുട്ടിയായിരുന്നു ഉണ്ണിമായാണിത്. അവളിപ്പോൾ +2 പഠിക്കുകയാണ്. അഭിമാനം പകരുന്ന വാർത്ത ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേ പരേഡിൽ കേരള ലക്ഷദ്വീപ് NCC ബറ്റാലിയനിലെ എയർഫോഴ്സ് വിങ്ങിൻ്റെ 3 തിരഞ്ഞെടുക്കപ്പെട്ട കേഡർമാരിൽ ഒരാൾ ഉണ്ണിമായായിരുന്നു. പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് റിപ്പബ്ലിക് ഡേയുടെ മെഡൽ വാങ്ങാനും ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുവാനും ഭാഗ്യം സിദ്ധിച്ച കുട്ടികളിൽ ഒരാൾ നമ്മൾ വളർത്തിയ ഉണ്ണിമായാണെന്നുള്ളത് നമുക്ക് സന്തോഷം പകരുന്നു. ഉണ്ണിമായ പഠിക്കുന്നുണ്ട്. ഉണ്ണിമായോടൊപ്പം 2-3 കുട്ടികളും കൂടി പ്രവാസവും പഠിപ്പിക്കുന്നുണ്ട്. ഉണ്ണിമായയുടെ ഈ അഭിമാനകരമായ ഈ ഇതിന് സന്തോഷം നമ്മൾ പങ്കുവെക്കുകയാണ്. ഇത് PT കിട്ടിയ സർട്ടിഫിക്കറ്റാണ്. അവളെ നാട് മുഴുവൻ ആദരിച്ചു. അവിടെ ടൈറ്റാനിയത്തിൽ പ്രവാസ ലോകവും ആദരിക്കുകയാണ്. കൈരളി മാധ്യമരംഗത്ത് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് ഉണ്ണിമായ എന്ന പെൺകുട്ടി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അമ്മ ദീർഘകാലമായി അപ്രത്യക്ഷമായിട്ടും അവരുടെ ജീവിതം കരപറ്റിച്ചത് പ്രവാസ ലോകവും കൈരളി TVയും ചേർന്നുള്ള ഒരു ദീർഘകാലത്തെ പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഉണ്ണിമായ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചിട്ടുള്ളത്. അപൂർവമായി കിട്ടുന്ന ഈ നേട്ടത്തിൻ്റെ മുന്നിൽ കൈരളി അഭിമാനപൂർവ്വം ഈ കുട്ടിയെ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഉണ്ണിമായ ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്കുള്ള പടവുകൾ കയറുകയാണ് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ബിരുദം കഴിയുന്നതോടുകൂടി കേരളത്തിന് അഭിമാനമാകുന്ന ഒരാളായി ഉണ്ണിമായ മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രവാസ ലോകത്തിന് കൈയഴിഞ്ഞ് സഹായിച്ച എല്ലാവരെയും ഞങ്ങൾ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങളെ ഫണ്ടൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പ്രവാസ ലോകത്തിന് കുറച്ച് സംഭാവനകൾ നൽകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള ജീവിതം നഷ്ടപ്പെട്ടു പോകുമായിരുന്ന ഒട്ടേറെ മക്കളെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും കൈരളി അതിൻ്റെ ഉജ്ജ്വലമായ സേവനങ്ങളുടെ മുന്നിൽ ഇനിയും കർമ്മനിരതരായി ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയോടുകൂടി ഉണ്ണിമായയ്ക്ക് ഈ വളരെ ചെറിയ ഓക്കെ. ഞാൻ മരിക്കുന്നതുവരെ അവരെൻ്റെ അടുത്തായിക്കോട്ടെ. അതിനുശേഷം ദൈവം വിധിക്കുന്നത് പോലെ അവർ ജീവിച്ചോട്ടെ എന്നാണ് എൻ്റെ. ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്കും കൈരളി TVക്കും ഞങ്ങളെ രക്ഷപ്പെടുത്തിയ ഈ PT മുഹമ്മദ് സാറിനും റബീഖ് സാറിനും എൻ്റെ അകവഴിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എൻ്റെ മകൾ കുവൈറ്റിൽ 16 വർഷമായി മിസ്സായിട്ട് അതിനുശേഷം അന്നേരം എൻ്റെ ഈ ഉണ്ണിമായ്ക്ക് 2 വയസ്സ് പ്രായമാണ്. ഇളയ ഉണ്ണികൃഷ്ണന് വെറും 6 മാസവും മൂത്തവന് 4 വയസ്സും പ്രായത്തിൽ ഇവർ വന്ന് ഏറ്റെടുത്ത് വലിയ സ്കൂളുകളിൽ കൊണ്ടുപോയി 2 പേരെ ഹോസ്റ്റലുകളിൽ നിർത്തി പഠിപ്പിച്ചു. കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുകയും അവർ മുകളിലോട്ട് പോകാനുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും ഇവരെല്ലാം കൊടുക്കുകയും ചെയ്ത് അവർ ജനങ്ങളോട് കൈനീട്ടി വാങ്ങിച്ചാണ് എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചത്. അല്ലാതെ എനിക്ക് 1 രൂപ പോലും അന്നും ഇന്നും വരുമാനമില്ല. എനിക്ക് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ റബീഖ് സാറിനോട് കരഞ്ഞു വിളിച്ച് ചോദിക്കും. പക്ഷേ അദ്ദേഹം എനിക്ക് തരികയും ചെയ്യും. കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ചാനലിൽ വന്ന് വാങ്ങിക്കൊള്ളാനും പറഞ്ഞ് എന്നെ വിട്ടിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ച് എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. വരെ ഇന്ന് എൻ്റെ ഉണ്ണിമായ +2 പരീക്ഷ എഴുതിയിരിക്കുകയാണ്. നല്ല ഒരു കേഡറ്റാണ് അവൾ.
ഇന്ന് കൈവരിച്ചിരിക്കുന്നത്.